അപ്പൊ അത് നമ്മൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം, കാണണം. എന്നാലേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, ഇതിങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ ഇങ്ങനെ എന്നും ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞത് അവിടെ എന്ത് ചെയ്യില്ല, കിട്ടൂല. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തോ, എന്നിട്ട് അതിന്റെ ഡൗട്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നമുക്ക് ഞാൻ എന്റെ പ്ലാൻസും കൂടെ ഒന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് കറക്റ്റ് ആണ് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മുജീബ് സാറിന് ഇന്നലെ എന്തോ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ? ആ, ലോസായി. ഓക്കെ ഓക്കെ, നോക്കാം നോക്കാം. ഓക്കെ, നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, ട്രേഡ്സ് എടുക്കുന്നുണ്ട്, SL അടിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അത് അങ്ങനെ പറയാണ്ട് നിങ്ങൾ എടുക്കുന്ന ട്രേഡ് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഷെയർ ചെയ്യുക. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്രേഡും അതിന്റെ റീസണും കൂട്ടിയിട്ട് നിങ്ങൾ ഡിസ്കോഡിലേക്ക്, അത് കമ്പൽസറി ആണ്. എന്നാലേ എനിക്ക് അതിൽ എന്തെങ്കിലും ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നിങ്ങൾ കുറെ ട്രേഡ് എടുക്കുന്നത് ചിലപ്പോൾ പക്കാ മിസ്റ്റേക്ക് ആയിരിക്കും. ആ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യായിരിക്കും. എങ്ങനെ പിന്നെ നമ്മൾ ബെറ്റർ ആയിട്ട് വരിക? നമ്മൾ ഗ്രോ ചെയ്യില്ല എങ്ങനെ? കാരണം നമ്മൾ തെറ്റുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു, ഒരു ട്രേഡ് നിങ്ങൾ എടുത്തു, അത് വാട്ടവർ സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, ടാർഗറ്റ് ആയിക്കോട്ടെ, ആ ട്രേഡ് എടുക്കാനുള്ള റീസൺ നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുക. അതല്ലാണ്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ട് ഈ ആഴ്ച എടുത്ത ട്രേഡ് ഒക്കെ ലോസ് ആണ്, ഫുൾ SL ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ഞാനവിടെ ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങളെ മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടൂല. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇന്ന് ഓൺവേർഡ്സ്, ടുഡേ ഓൺവേർഡ്സ് നിങ്ങൾ ഒരു ട്രേഡ് എടുത്തോ, അതിന്റെ നേരെ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് ആ ട്രേഡ് എടുക്കാനുണ്ടായ റീസൺ, വെറുതെ എന്തായാലും ചുമ്മാ ഒരു ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും കണ്ടു കഴിഞ്ഞാൽ ആരും ട്രേഡ് എടുക്കൂലല്ലോ. അതിന്റെ റീസൺ എന്താന്നുള്ളത് അതിന് താഴെ അയക്കുക. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ തെറ്റാണോ. ഒരു 1 വീക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ തെറ്റുകളും എന്ത് ചെയ്യും, ഫിൽട്ടർ ആയിട്ട് എന്ത് ചെയ്യും, അവിടെ റെഡി ആയിക്കോളും. ഓക്കെ ഓക്കെ, അതേപോലെ മുജീബ് സാർ ഇന്നലെ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, ട്രേഡ് എടുക്കുന്നതിൽ എന്തോ ഡൗട്ട് ഉണ്ട് എന്നുള്ളത്. അത് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതൊന്നും നിങ്ങൾ ചോദിക്കണം, എന്തായാലും ഡൗട്ട് ഉണ്ടായിരുന്നു മുജീബ് സാറിന്. MT5 എടുക്കുന്നതാണോ? MT5 ട്രേഡ് എടുക്കുന്നതാണോ ഡൗട്ട് ഉള്ള? ഓക്കെ, ലോട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇന്ന് ഏതെങ്കിലും ട്രേഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, ഒരു ബൈ ലിമിറ്റോ സെൽ ലിമിറ്റോ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ന് ക്ലിയർ ആക്കാം കേട്ടോ. ഓക്കെ, ഇന്ന് ഞാൻ ആ ഒരു ഓക്കെ, ഇന്ന് ഞാൻ ആ ടോപ്പിക് എടുക്കണം എന്ന് വിചാരിച്ചു. ടോപ്പിക് നമുക്ക് ഇന്ന് സമയം ഉണ്ടാവും, അത് നാളത്തോട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ്പോൺ ചെയ്യാം, കുഴപ്പമില്ല, നമുക്കത് സെറ്റ് ആക്കാം. ഓക്കെ, നമുക്ക് മാർക്കറ്റ് വ്യൂസും കാര്യങ്ങളും എന്ത് ചെയ്യാം, നോക്കാം. ഒരു മിനിറ്റ്. സ്ക്രീൻ ഒക്കെ വിസിബിൾ അല്ലേ? ട്രേഡിംഗ് വ്യൂവിന്റെ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ഇന്നലെ രാവിലെ പ്ലാൻ ചെയ്തിരുന്നു അല്ലെ, ഇന്റർണൽ ചേഞ്ച് തന്ന് മാർക്കറ്റ് പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിൽ. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് പുൾ ബാക്ക്. പിന്നെ ഇന്നലത്തെ നൈറ്റിൽ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇനി ട്രേഡ് നോക്കണ്ട, സെല്ല് നോക്കണ്ട, അതെന്താവും, ഇവിടുന്ന് തന്നെ മാർക്കറ്റ് സെല്ല് ഇറങ്ങി വന്ന് ഇവിടുന്ന് ഇനി ഇന്റർണൽ ചേഞ്ച് തന്ന് മാർക്കറ്റ് മേലോട്ട് പോവാണെന്നുള്ളത്. അപ്പൊ പിന്നെ ആ സെല്ല് നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർലി അതേപോലെ എന്ത് ചെയ്തു, അത് ഹിറ്റ് ആയിട്ട് മേലോട്ട് പോയി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അതെന്ത് ചെയ്യണ്ട, നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇന്നത്തെ പുതിയ പ്ലാൻ നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ വന്നു. ദെൻ ഈ ഒരു ഹൈ മാർക്കറ്റിൽ കൺഫേം ആയല്ലേ, ഈ ഒരു ഹൈ മാർക്കറ്റിൽ കൺഫേം ആയിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിനെ മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കി, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആക്കി. Then ഈ ഒരു ഹൈ കൺഫേം ആയില്ലേ. അപ്പൊ ഇന്നത്തെ സ്വിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള, ഇന്ന് ഗോൾഡിൽ നല്ല ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. സ്വിംഗ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോ ടു ഈ ഒരു ഹൈ ആണ്. ഓക്കെ, മാർക്കറ്റ് ഓൾറെഡി പുൾ ബാക്ക് ചെയ്തു, ഡിസ്കൗണ്ടിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. ഓക്കെ, ഇന്നത്തെ ഏഷ്യൻ ലിക്വിഡിറ്റി എവിടെയാണെന്നുള്ളത് നോക്കാം. ഏഷ്യൻ ലിക്വിഡിറ്റി ഇവിടെയാണ് നിൽക്കുന്നത് അല്ലേ. യെസ്, ഓക്കെ, മാർക്കറ്റിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം.
ഇത് ഓൾറെഡി ഈ ഒരു ഏരിയ എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പൊ അത് ലിക്വിഡിറ്റി ഏരിയ അല്ല. ഓക്കെ, ഒരു മിനിറ്റ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് ഏരിയ ആണ്. കാരണം എന്താണ്, അവിടെ ഒരു അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഇത് നടന്നൊരു ഏരിയ ആണ് അല്ലെ. ലിക്വിഡിറ്റീസ് ക്രിയേറ്റ് ചെയ്തു, അതിനെ സ്വീപ്പ് ചെയ്തു, ദെൻ മേലോട്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. സോ ഇതൊരു സ്ട്രോങ് ഏരിയ ആണ്, ഒരു ലിക്വിഡിറ്റി ട്രാപ്പിംഗ് കഴിഞ്ഞ ഒരു ഏരിയ ആണിത്. സോ ഈ ഒരു ഏരിയ ഇനി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് മാർക്കറ്റിൽ കുറവായിരിക്കും. ഓക്കെ, അതിന്റെ ബേസിലാണ് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ഈ ലിക്വിഡിറ്റീസിനെല്ലാം എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്സൈഡ് ഡയറക്ഷനിലോട്ടുള്ള ട്രേഡ് ആണ്, ബൈസൈഡ് ഡയറക്ഷനിലോട്ടുള്ള ട്രേഡ് ആണ്. ഓക്കെ, ഏഷ്യന്റെ ലോ എന്ന് പറഞ്ഞത് സ്ട്രോങ് ആണ്. ഇത് ഇനി സ്വീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നില്ല, വെയിറ്റ് ചെയ്യണമെന്നില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ എന്ത് ചെയ്യാം, ട്രേഡ്സ് നോക്കി തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ നേരെ നമ്മൾ 1 മിനിറ്റിലോട്ട് കൊണ്ടുവരാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു ഐഡിയ കിട്ടി. ഇപ്പൊ ഇതാട്ടോ നമ്മൾ 1 മിനിറ്റിൽ എങ്ങനെ ട്രേഡ് നോക്കാന്നുള്ളതിന്റെ ഒരു ബേസ്. 50 മിനിറ്റ് ഓൾറെഡി ഒരു ഏരിയ എടുത്ത് കയറുകയാണ്, മാർക്കറ്റ് മുകളിലോട്ട് പോവാണ്. ആ ഒരു ഫസ്റ്റ് കൺഫർമേഷൻ നമുക്ക് കിട്ടി. ആ ഡയറക്ഷനിലോട്ട്, ആ ഒരു ഫ്ലോന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, 1 മിനിറ്റ് നോക്കുകയാണ് അല്ലെ. 1 മിനിറ്റിൽ നമുക്ക് സെയിം ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമോ എന്നുള്ളത് എന്ത് ചെയ്യാണ്, നോക്കുകയാണ്. അപ്പൊ 1 മിനിറ്റ് നോക്കുന്ന ടൈമില് യെസ്, ഒരു ഇന്റേണൽ അപ് ട്രെൻഡ് മാർക്കറ്റ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. 1 മിനിറ്റിൽ ഒരു ഇന്റേണൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയനെ ട്രസ്റ്റ് ചെയ്യാം. ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത്രയും ലിക്വിഡിറ്റീസ് മാർക്കറ്റിൽ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റിൽ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് ഇങ്ങനെ ചാടി കയറി എടുത്തുള്ള ഏരിയാസ് എടുക്കരുത്. കാരണം അവിടെ നിന്നൊന്നും മാർക്കറ്റിനുള്ള ഇനഫ് ഫണ്ട് ഉണ്ടാവില്ല മാർക്കറ്റ് മുകളിലോട്ട് റേസ് ചെയ്യാനുള്ള. വലിയ ഏരിയാസ് ഒക്കെ ലിക്വിഡിറ്റി ആക്കിയിട്ട് എന്ത് ചെയ്യും, എടുക്കും. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ഏരിയാസ് എന്തായിരിക്കും, ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ 1 മിനിറ്റിൽ ഒരിക്കലും നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യരുത്, ആ മാർക്കറ്റ് ഇവിടെയാണ്, ഇവിടെ ഒരു ഏരിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രേഡ് എടുക്കരുത്. ഓക്കെ, നമ്മളെ സ്ട്രക്ചർ ആക്കൽ എന്താണ്, ഈ ഒരു ലെഗിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രക്ചർ ആക്കാം, ഒരു 50-50 ആക്കിയിട്ട് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാം. കണ്ടോ, 50-50 ആക്കുന്ന ടൈമിൽ മിനിമം മാർക്കറ്റ് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വരണം. ഓക്കെ, ഇവിടെ ഒരു ഹൈയും ലോയും ഉണ്ട് എന്നുള്ളതല്ല, ഒരു ലെഗ് ആണിത്, ഒരു സ്ട്രക്ചർ ആണ്, ഒരു ലോയും ഒരു ഹൈയും കിട്ടി അല്ലെ. ഇതിന് മാർക്കറ്റ് എന്തായാലും ഇങ്ങോട്ട് വരണം എന്നുള്ളത് നമ്മൾ പറയാം. അപ്പൊ ഇവിടെ ഉള്ള ഒരു പോയിന്റ് നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുള്ളൂ, വെയിറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ നോക്കുന്ന ടൈമില് ഇവിടെ കണ്ടോ, ഒരു 1 മിനിറ്റിന്റെ പോയിന്റ് ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. യെസ്, ഇവിടുന്ന് നമുക്കൊരു ബൈ സൈഡ് നോക്കാം. അപ്പൊ ഇത്രയും ലിക്വിഡിറ്റി 1 മിനിറ്റിൽ എന്ത് ചെയ്യും, സ്വീപ്പ് ചെയ്യും, ഇവിടുന്ന് ട്രേഡ് എടുക്കും, നേരെ എന്ത് ചെയ്യും, കയറി പോകും. ഓൾറെഡി മാർക്കറ്റ് ബൈ സൈഡ്ക്കാണ് പോകുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യാണ്, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇത് നോക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓഡിയബിൾ അല്ലേ, പറയുന്നത് കേൾക്കുന്നില്ലേ, ക്ലിയർ ആണോ, ഇസ് ഇറ്റ് ഓഡിയബിൾ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഒരു ബൈ സൈഡ് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം, ഫോക്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ 350 പോയിന്റ് ആണ് എസ് എൽ വെക്കുക കേട്ടോ. മുജീബ് സാർ ശ്രദ്ധിച്ചോ, 350 പോയിന്റ് ആണ് എസ് എൽ വെക്കുക. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 350 കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇതിന്മേൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ലെവൽ എന്നുള്ളടത്ത്, ടിക്സ് എന്നുള്ളടത്ത് എന്ത് ചെയ്യാം, 350 എന്നുള്ളത് സെറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ ടാർഗറ്റ് വെക്കുന്ന ഒരു 1:3 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. ഓക്കെ, 1:3 എന്ന് പറയുമ്പോൾ ഒരു 1050 പോയിന്റ് വരും. അതും ഇതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ടി പി എന്നുള്ളടത്ത് നമുക്ക് 1050 എന്നുള്ളത് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അതായത് 350ന്റെ 3 ഇരട്ടി. ഓക്കെ,
അപ്പൊ നമുക്കിപ്പോ എന്തൊക്കെ കിട്ടി ഇവിടെ? സ്റ്റോപ്പ് ലോസിന്റെ പ്രൈസ് കിട്ടി, നമ്മളെ എൻട്രി പ്രൈസ് കിട്ടി, ടാർഗറ്റിന്റെ പ്രൈസ് കിട്ടി. 3 പ്രൈസുകൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ട്രേഡിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ? ലോട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഇക്വേഷൻ എന്താണ്? റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസ് ടിക്സ്. റിസ്ക് എമൗണ്ട് നമുക്കറിയാം, നമ്മളെ ക്യാപിറ്റൽ എത്രയാണോ അതിന്റെ 1% ആണ് എന്ത് ചെയ്യുക? നമ്മൾ റിസ്ക് എമൗണ്ട് ആക്കിയിട്ട് വെക്കുക. ഫോർ എക്സാമ്പിൾ $50 ആണ് പെർ ട്രേഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസ്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 50 ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസിന്റെ ടിക്സ് എന്ന് പറയുമ്പോൾ 350 അല്ലെ? 50 ഡിവൈഡഡ് ബൈ 350 എന്ന് കൊടുക്കുമ്പോൾ എത്ര വരും അവിടെ? 0.14 എങ്ങാനുമായിരിക്കും എന്ത് ചെയ്യുക വരുന്നുണ്ടാവുക. ഓക്കെ, 0.14. 50 ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 350 350 is equal to 0.14. അപ്പൊ ലോട്ടും കിട്ടി, 0.14 എന്ന് പറയുന്ന ലോട്ടും കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? നിങ്ങൾ MT5 എടുക്കുക. ഈ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് ബൈ ലിമിറ്റ് ആക്കിയിട്ട് വെച്ചോ. കാരണം ഇപ്പൊ മാർക്കറ്റ് ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് ട്രേഡ് ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്? ബൈ ലിമിറ്റ് ഇട്ട് വെക്കാണ്. ഓക്കെ, അപ്പൊ MT5 എടുക്കുക. ഓക്കെ, MT5 ട്രേഡ് എടുക്കാൻ ആർക്കെങ്കിലും ഡൗട്ട് ഉള്ളതുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മുബിഷറ മാം അറിയായിരുന്നോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനത് ഇതിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ MT5 എടുക്കുന്നതിൽ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതിൽ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമല്ലേ? ഓക്കെ അല്ല, ഇനി MT5 ട്രേഡ് എടുക്കാൻ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അങ്ങനെയാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഏതാണ് 350 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് ഒരു 35 പിപ്പാണ് SL വെക്കുക ഗോൾഡിൽ. അത് 350 ഫിക്സ്ഡ് ആണ്. ഓക്കെ, GBP യൂറോയിലൊക്കെ ആണെങ്കിൽ ഒരു 10 പിപ്പ് വെക്കും. 10 പിപ്പ് എന്ന് പറയുമ്പോൾ 100 ടിക്സ്. അതായത് ഇത് 350 പറഞ്ഞു കഴിഞ്ഞാൽ 35 പിപ്പാണ് വരിക. ഇത് ഗോൾഡ് യൂറോ GBP ഒക്കെ ആണെങ്കിൽ 10 ആക്കിയിട്ട് എന്ത് ചെയ്യും? 10 പിപ്പ് ആക്കിയിട്ട് വെക്കും. അതായത് ഇവിടെ 100 എന്നുള്ളത് വരും. ഓക്കെ, അത് ഞാൻ അതിൽ കാണിച്ചു തരാം. 350 അതിൽ എന്താണ് ഫിക്സ്ഡ് ആണ്, അതിൽ മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ എന്ത് ചെയ്യാം? MT5 കൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പൊ ആ ട്രേഡ് എടുക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീന് വിസിബിൾ ആണോ? ഓക്കെ, ഒരു മിനിറ്റ്. വിസിബിൾ അല്ലേ? ഓക്കെ, നമ്മൾ MT5 എടുക്കുകയാണ്. നമ്മൾ എന്തിലാണ് ട്രേഡ് എടുക്കുന്നത്? ഗോൾഡിൽ അല്ലേ? അപ്പൊ ഞാനിവിടെ ചാർട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയ ഉണ്ട്. അപ്പൊ നമ്മൾ XAU USD ഗോൾഡ് എടുത്തു. അതിൽ എന്ത് ചെയ്തു? ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ബൈ ലിമിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? സെറ്റ് ചെയ്യുന്നത്. ഇവിടെ കണ്ടോ മാർക്കറ്റ് എക്സിക്യൂഷൻ. ഇത് നമ്മൾ ഇപ്പൊ സ്പോട്ടിൽ ബൈയും സെല്ലും ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക? മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്ന് പറയാം. നമ്മൾ സെറ്റ് ചെയ്യുന്നത് എന്താണ്? ബൈ ലിമിറ്റ് ആണ്. കാരണം നമുക്കറിയാം ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന മേലെയാണ്, താഴെ എത്തി കഴിഞ്ഞാലേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റ് എക്സിക്യൂഷൻ എന്നുള്ളടത്ത് ബൈ ലിമിറ്റ് എന്ത് ചെയ്യാണ്? സെറ്റ് ചെയ്യാണ്. ബൈ ലിമിറ്റ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നമുക്ക് എത്രയാണോ നമ്മളെ ക്വാണ്ടിറ്റി അത് ടൈപ്പ് ചെയ്യാനുണ്ടാവും. ഈ ക്വാണ്ടിറ്റി ആണ് നമ്മളിപ്പോ എന്ത് ചെയ്തത്? അവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്തത് അല്ലെ? റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസിന്റെ ടിക്സ്. അതായത് 50 ഡിവൈഡഡ് ബൈ 350 ഈസ് ഈക്വൽ ടു 0.14. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 0.14 കൊടുത്തു. പിന്നെ അവിടെ വരുന്നത് പ്രൈസ് ആണ്.
ഏത് പ്രൈസിലാണ് നമുക്ക് ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ആവേണ്ടത് എന്നുള്ളതാണ്. ഇത് നമ്മൾ ആ ടൂളും എന്ത് ചെയ്തിട്ടുണ്ടാകും, കൊടുത്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ ട്രേഡിംഗ് വ്യൂ ചാർട്ട് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നമ്മൾ ഓൾറെഡി ആ ഒരു പൊസിഷൻ ടൂൾ എടുത്തു കൊടുത്ത് ഉണ്ടാകും, നമ്മൾ എൻട്രി പ്രൈസ് കിട്ടും. ഓക്കെ, ആ എൻട്രി പ്രൈസ് എത്രയാന്നുള്ളത് എന്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ഇതിൽ കൊടുത്തിട്ടുള്ളത് എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51.52.79 ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം 51.52.79. ഓക്കെ, എൻട്രി പ്രൈസ് കിട്ടി. അതിന്റെ താഴെ സ്റ്റോപ്പ് ലോസിന്റെ പ്രൈസ് ഉണ്ടാകും 51, അത് സ്റ്റോപ്പ് ലോസിന്റെ പ്രൈസ് അത് എത്രയാണെന്നുള്ള അതും നമ്മൾ ട്രേഡിംഗ് വ്യൂ നോക്കിയിട്ട് 51.49.29 അതും കൊടുത്തു. പിന്നെ ടാർഗറ്റിന്റെ പ്രൈസ്, ഓക്കെ, ടാർഗറ്റിന്റെ പ്രൈസ് ഇവിടെ മേലെ കാണാം 51.63.29. ഓക്കെ, ഇതെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, പ്ലേസ് കൊടുക്കാം. അപ്പൊ ഇവിടെ കണ്ടോ, ബൈ ലിമിറ്റ് USD ബൈ ലിമിറ്റ് അറ്റ് 0.14 എന്താണ് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന്മേൽ നമ്മൾ അതിന്റെ ചാർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ കൊടുത്ത ലിമിറ്റ് ഓർഡർ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തതൊക്കെ റെഡി ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ആ ലിമിറ്റ് ഓർഡർ ഇവിടെ കണ്ടോ, അതിന്മേൽ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം SL എന്ന് പറയുമ്പോൾ 350 പോയിന്റ്, അതായത് SL വരികയാണെങ്കിൽ -49, അതായത് $49 ആണ് ഇവിടെ എന്ത് ചെയ്യുക, മൈനസ് ആവുക. പ്രോഫിറ്റ് ആണെങ്കിൽ 1050 പോയിന്റ്, അതായത് 147. അതായത് എത്രയാണോ നമ്മൾ റിസ്ക് എടുക്കുന്നത് അതിന്റെ 3 ഇരട്ടിയാണ് നമ്മൾ എന്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഇതിൽ ഇനി എന്താണ് നിങ്ങളെ ഫർദർ ഡൗട്ട് ഉള്ളത്, ഇതിൽ എന്താ നിങ്ങളുടെ ഡൗട്ട് ഉള്ളത്? ക്ലിയർ അല്ലേ? മുബിഷ്റ മാമിന് ഓക്കെ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഒന്ന് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവർക്കും ഒപ്പം സെറ്റ് ആക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ അത് എന്ത് ചെയ്താൽ മതി, 1-2 ട്രേഡ് ഇങ്ങനെ എടുക്കുമ്പോൾ റെഡി ആവും. അതിനാണ് നമ്മൾ ഈ ലൈവ് ട്രേഡിംഗ് സെക്ഷൻസ് ഇങ്ങനെ വെക്കുന്നത് തന്നെ. അപ്പൊ അത് എന്ത് ചെയ്തോളും, ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി ഈ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്തോളും, ആ പ്രൈസ് എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആയിക്കോളും. നമ്മൾ എന്തിനാണ് ഈ 1:3 വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയാണോ നമ്മളെ റിസ്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും നമ്മൾ റിവാർഡ് വെക്കണം. അതായത് പോയി കഴിഞ്ഞാൽ 50 പോകും, കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 150 കിട്ടണം. അങ്ങനെ വരുന്ന ടൈമിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10 ട്രേഡിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 3 ട്രേഡ് പ്രോഫിറ്റ് ആക്കിയാൽ മതി അല്ലെ. പോകുമ്പോഴൊക്കെ നമുക്ക് ഒന്നേ പോവുള്ളൂ. അപ്പൊ 10 7 പോയി, അപ്പൊ 7% ഡൗൺ ആയി. ബാക്കി 3 ട്രേഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. ഓക്കെ, 3 ട്രേഡ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. സോ എന്ത് ചെയ്തു, നമുക്ക് അവിടെ ഒന്നിമ 3% വെച്ചിട്ട് കിട്ടും. ഒന്നിമ 3% വെച്ച് കിട്ടുന്ന ടൈമിൽ എന്താകും, 3 ട്രേഡുമ്പോ 9% അപ്പാവും അല്ല. അപ്പൊ പോയപ്പോ 7% പോയി, അപ്പായപ്പോ 9% എന്ത് ചെയ്തു, അപ്പായി. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ 10 ട്രേഡിൽ 3 ഇങ്ങനെ പ്രോഫിറ്റ് ആയത് തന്നെ എന്ത് ചെയ്തു, നമുക്ക് ഓവറോൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് റിസ്ക് റിവാർഡ് റേഷ്യോ ഒക്കെ ഒന്നുകൂടെ എന്ത് ചെയ്യാം, ടോപ്പിക് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ആക്കാം. അപ്പൊ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 60% ഓക്കെ ആണെങ്കിൽ ബാക്കി 40% നമുക്ക് കൺസെപ്റ്റ് പറയുമ്പോൾ എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗോൾഡിൽ ഇതാണ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ബൈ സൈഡ് ഡയറക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു ബൈ കയറി പോകുന്നു. ഇത് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നല്ല റിവാർഡ് വെക്കട്ടോ, 1:3 അല്ല, എന്തായാലും മേലോട്ട് വെക്കാം. കാരണം ഒക്കെ അപ് ട്രെൻഡിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. വലിയ റിവാർഡ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. പക്ഷെ റിസ്കി ആണ്, ആ റിസ്ക് ഏറ്റെടുക്കാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, അത് വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഗോൾ യെസ് പറഞ്ഞു. അതായത് ഇവിടെയാണോ? പക്ഷെ അത് ഇനി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇത് ഓൾറെഡി ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ഇവിടുന്ന് കയറി പോവാണ്. അപ്പോ ഇനി ഇങ്ങോട്ട് താഴത്തോട്ട് വരാനുള്ളത് ചാൻസസ് കുറവാണ്, പോസിബിലിറ്റീസ് കുറവാണ്. ഓൾറെഡി ഒരു ഏരിയ സ്ട്രോങ് ആണ്, ഇതിനെ ട്രസ്റ്റ് ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ട്.
സോ നമുക്ക് ഇവിടുന്ന് തന്നെ ട്രേഡ് നോക്കാം. നമ്മൾ എപ്പോഴും നിയറസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ വാലിഡ് പോയിന്റ്, അതായത് നിഖിലിന്റെ പ്ലാനിങ് പക്കയാണ്, പക്ഷെ ആ പ്ലാനിലോട്ട് ഇനി മാർക്കറ്റ് എത്തുമോ എന്നുള്ളത് കണ്ടറിയണം. നമുക്ക് എപ്പോഴും നിയറസ്റ്റ് പോയിന്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫോക്കസ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി നമുക്ക് GBP/USD നോക്കാം. GBP/USD നോക്കുന്ന ടൈമില് GBP/USD ഇന്നലത്തെ പ്ലാൻ തന്നെ കേട്ടോ, നമുക്ക് പക്ക ഇന്നലെ മോർണിംഗ് എന്താണോ പ്ലാൻ ചെയ്ത് ആ പ്ലാൻ അത് ഇന്നൊക്കെ നല്ല വാലിഡ് ആയിട്ടുണ്ടാവും. അത്യാവശ്യത്തിന് ലിക്വിഡിറ്റീസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോം ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ലിക്വിഡിറ്റീസ് ഒക്കെ ഫോം ആയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നല്ലൊരു കിഡിലൻ ട്രേഡ് എന്ത് ചെയ്തോ, നോക്കിക്കോ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് എന്ത് ചെയ്യാൻ കിട്ടും. ഇത് ഇന്നലെ മോർണിംഗിൽ നമ്മൾ സെയിം പറഞ്ഞ സാധനമാണ്. ഇതാണ് ലേറ്റസ്റ്റ് ഡയറക്ഷൻ ഇവിടെ അത്യാവശ്യം ലിക്വിഡിറ്റീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഏരിയ നല്ല രീതിയിൽ സ്ട്രോങ് ആണ്. ഈ ലിക്വിഡിറ്റീസിനൊക്കെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യും, പോകും. ഓക്കെ, ഇവിടെയും മേലെ എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ലിക്വിഡിറ്റീസ് റെസ്റ്റിംഗ് ആണ് അല്ലെ, അതും നമുക്കൊരു കൺഫർമേഷൻ അല്ലേ. ഇത്രയും ലിക്വിഡിറ്റീസ് ഇവിടെ റെസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് പോകൂലേ, ഇല്ലേ? മാർക്കറ്റ് എന്താ ചെയ്യാ, ലിക്വിഡിറ്റി ക്ലിയർ ചെയ്തിട്ട് അടുത്ത ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാൻ പോകും അല്ലെ. ഇവിടെ ഉള്ള ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തിട്ട് പിന്നെ ഇത് ക്ലിയർ ചെയ്യാൻ മേലക്ക പോവാ. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇതുവരെയൊക്കെ വേണമെങ്കിൽ ടാർഗറ്റ് വെച്ച് കൊടുക്കാം. അത്യാവശ്യം ഒരു 1:6 കിട്ടും. ഈ ഒരു ട്രേഡ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്തേ, പ്ലാൻ ചെയ്ത് വെച്ചേ, ബൈ ലിമിറ്റ് ഇട്ട് വെച്ചേ. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യല്, നേരത്തെ നമ്മൾ എന്ത് ചെയ്തു, 350 ചെയ്തു അല്ലെ, 50 ഡിവൈഡഡ് ബൈ 350 ചെയ്തു. ഇവിടെ എന്ത് ചെയ്യാ, 50 ഡിവൈഡഡ് ബൈ 100 കൊടുക്കാം. അതായത് 10 പിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ടിക്സ് ആണ്. ഓക്കെ, അപ്പൊ 50 ഡിവൈഡഡ് ബൈ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 0.5 വരും. 0.5 വേണം ഈ ഒരു ട്രേഡ് എന്ത് ചെയ്യാൻ, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് ഞാൻ എന്തായാലും ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചുതരാം. അതിന്റെ MT5 എന്ത് ചെയ്യാം, ട്രേഡ് ഇട്ട് വെച്ചോ, നല്ല ട്രേഡ് ആണ്. ഓക്കെ, ഇതിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് ഓൾറെഡി ഇന്നലെ പറഞ്ഞ സെയിം സാധനം ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാത്തത്, റിപ്പീറ്റ് ചെയ്യാത്തത്. ഓക്കെ, കാരണം ഇന്നലെ നമുക്ക് നല്ല ട്രേഡ്സ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതൊക്കെ ഇന്നൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ 10 വെച്ചാൽ മതി, 10 12 വെക്കുക. ഇതിലൊക്കെ 10 തന്നെ വെച്ചാൽ മതി. വലിയ ഏരിയാസ് ഒക്കെ ആണെങ്കിൽ 12 വെച്ചാൽ മതി. 10 ആണ് ഇപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ വെക്കുക. ഓക്കെ, യെസ്. ദെൻ EUR/USD അല്ലെ, EUR/USD ഇന്നലെ നമ്മൾ എന്താണോ പറഞ്ഞത് സെയിം തന്നെ നമ്മൾ എന്തും പറയുന്നത്. കാരണം ഇന്നലെ രണ്ടെണ്ണത്തിൽ എന്ത് ചെയ്തിട്ടില്ല, മാർക്കറ്റ് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ EUR/USD നമുക്ക് എന്ത് ചെയ്യാം, ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്ത സെയിം സാധനത്തിന് നോക്കാം. മാർക്കറ്റ് പുൾ ബാക്കിലാണ്, ഈ ഒരു ലെവലിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രേഡിന് വേണ്ടിയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ല. ഇന്നലൊക്കെ ഇവിടുന്ന് ഒന്നും കണ്ട് സിമ്പിൾ ആയിട്ട് പോയി, ഒന്ന് ട്രാപ്പ് ആക്കി, അതിനൊക്കെ എടുത്തിട്ട് മാർക്കറ്റ് വരുന്നുണ്ട്, കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യാം, നമുക്ക് ട്രേഡ് നോക്കാം. അപ്പൊ ഇന്ന് 3 പേരിലും നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, 3 പേരിലും നമുക്ക് നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഇതിലും നമ്മളൊരു 10 പിപ്പ് ഒക്കെ എന്ത് ചെയ്താൽ മതി, SL വെച്ചാൽ മതി. 10 പിപ്പ് എന്ന് പറയുമ്പോൾ ടിക്സ് എന്ന് പറയുമ്പോൾ 100 വരും. ഓക്കെ, നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:3 ആണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ വലിയ റിവാർഡ് വെച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഒരു 1:3 തന്നെ എന്ത് ചെയ്യുന്നത്, വെക്കുന്നത്. ഓക്കെ, 1:3ന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്ത് ചെയ്യരുത്, നിങ്ങൾ റിസ്ക് എടുക്കരുത്. അതായത് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം, പക്ഷെ അതിന് പിന്നെ SL അടിക്കരുത്. ഒരു 1:4 വരെയൊക്കെ പോയിട്ട് അത് SL അടിച്ച് ലോസ് വരുന്ന ഒരു സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവരുത്. റിസ്ക് ഫ്രീ ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവിടെ കളിക്കാൻ. ഓക്കെ, ഇത് നമുക്ക് വലിയ റിവാർഡ് വരെ എന്ത് ചെയ്യാൻ വെക്കാം. അപ്പൊ ഈ ഒരു ട്രേഡും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് 3 ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്. ഓക്കെ, GBP/USD, EUR/USD, XA/USD. GBP-യിലും യൂറോയിലും ഇന്നലെ നമ്മൾ എന്താണോ പറഞ്ഞത് സെയിം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇന്നും ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, EUR/USD നമുക്ക് ഈ ഒരു ഏരിയ ബൈ സൈഡ് നോക്കാം. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തരാം, നമ്മൾ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആയിട്ട് അയച്ചു തരും ചെയ്യാം കേട്ടോ. ദെൻ GBP/USD നമുക്ക് ഈ ഒരു ബൈ സൈഡ് എന്ത് ചെയ്യാം, നോക്കാം. നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. ദെൻ എന്ത് ചെയ്യാം, ഗോൾഡ് നമുക്ക് 1 മിനിറ്റ് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഏരിയ എന്ത് ചെയ്യാം, ബൈ സൈഡ് എൻട്രി നോക്കാം. ഓക്കെ, ഇതൊക്കെ 50 മിനിറ്റ് ആട്ടോ. അതായത് GBP-യും യൂറോയും 50 മിനിറ്റ് ആണ്. ഇതിന് നിങ്ങൾക്ക് റിഫൈൻ ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, 1 മിനിറ്റിന്റെ സ്ട്രക്ചർ പിടിച്ചിട്ട് ഇങ്ങനെ പോകാം. അതായത് 1 മിനിറ്റ് സ്ട്രക്ചർ പിടിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മിനിറ്റിൽ ഓൾറെഡി മാർക്കറ്റ് ഇവിടെ വന്നിട്ട് തിരിയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റ് ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. 50 മിനിറ്റ് വന്നു, അതായത് 1 മിനിറ്റിലോട്ട് വന്നിട്ട് 1 മിനിറ്റ് ഇവിടുന്ന് ഇങ്ങനെ തിരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ്, 1 മിനിറ്റ് ഇങ്ങനെ സ്ട്രക്ചർ പിടിച്ചിട്ടാണ് പോവാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് 1 മിനിറ്റിലൊക്കെ ഓരോ ബൈ എടുത്തിട്ട് എന്ത് ചെയ്യാം, അത് പോണത് വരെ 1 മിനിറ്റിന്റെ കൂടെ ഇങ്ങനെ പോയാൽ മതി. കാരണം ഓൾറെഡി നമുക്കറിയാം എന്ത്, 50 മിനിറ്റ് ഈ ഒരു ഏരിയ എടുത്തിട്ട് അപ്സൈഡ്ക്ക് പോവാണ്, ഡയറക്ഷൻ കിട്ടി. ആ സെയിം ഡയറക്ഷനിലോട്ട് 50 മിനിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ സെയിം ഡയറക്ഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ ട്രേഡ്സുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാം,
സിമ്പിൾ ആക്കിയിട്ട് കൊണ്ടുപോകാം. അപ്പൊ ഒരു നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഒരു വീക്കിൽ വൺസ് കിട്ടിയാൽ മതി. അതിന്മേൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാം, ലെയർ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ യൂറോ ഗോൾഡ് മാത്രമേ നമ്മളിപ്പോ പ്ലാൻ ചെയ്തിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളൂ. GBP യും യൂറോയും നിങ്ങൾ എന്ത് ചെയ്തോ, എക്സിക്യൂട്ട് ചെയ്തോ. ഓക്കെ, നീ പറഞ്ഞതിൽ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിൽ ഏതെങ്കിലും ഏരിയാസ് ഡൗട്ട് ഉണ്ടോ? ഇതെന്താ അങ്ങനെ വന്നു എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദിക്ക്, നമുക്ക് അത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. ആ 1 മിനിറ്റ് നമ്മൾ ഇതെന്താണെന്നറിയോ, GBP ഇവിടുന്ന് നല്ല ഏരിയ ഇല്ല, ഇത് തട്ടിയിട്ടും അല്ല മാർക്കറ്റ് പോകുന്നു. ഇനി ഏതെങ്കിലും ഈ ഒരു ഏരിയയിൽ തട്ടിയിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ 1 മിനിറ്റിൽ അത് നോക്കിയിട്ട് പോകും. പക്ഷെ ഗോൾഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓൾറെഡി ഈ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് പോവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് നോക്കുന്നത്. ഇനി ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ച് താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിഖിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡും കൂടി ഇട്ട് നോക്കാം. ചിലപ്പോൾ ഇവിടുന്ന് ലിക്വിഡിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊണ്ട് ലിക്വിഡിറ്റി ആക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ടെസ്റ്റിൽ അടിച്ച് താഴത്തേക്ക് വന്നിട്ട് ഇവിടുന്ന് കയറി പോകും. അപ്പൊ ഇവിടെ ഒരു പ്ലാൻ ബി ഉണ്ടായിക്കോട്ടെ. ഇൻ കേസ് ഇവിടുന്ന് നമുക്ക് പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് കൂടി ഒരു ചെറിയ റിസ്കിൽ കയറി നോക്കാം. ഓക്കെ, ആ പോയിന്റുകളൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അല്ലാണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ മാർക്കറ്റ് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ട് എത്തണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ഓൾറെഡി ഒരു ഏരിയ എടുത്ത് പോവാണ്. ഇത് ഇവിടുന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇവിടുന്ന് തന്നെ ട്രേഡ് നോക്കുള്ളൂ. ഇത് ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ഏരിയ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യാണ്, മൂവ് ഓൺ ചെയ്യാണ്. അതുകൊണ്ടാണ് പിന്നെ എന്ത് ചെയ്തത്, നമ്മൾ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ നോക്കുന്നത്. ഓക്കെ, ഇനി യൂറോയിലും GBP-യിലും ഇങ്ങനെ ഒരു ഏരിയ എടുത്ത് റെസ്പെക്ട് ചെയ്ത് മൂവ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിന്റെ കണ്ടിന്യൂഷനെ നോക്കുള്ളൂ. പിന്നെ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ നിൽക്കില്ല, അതിന്റെ താഴത്തെ ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഫൈൻ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ 3 ട്രേഡിംഗ് പ്ലാൻസ്. അപ്പൊ ഞാൻ എന്തായാലും ഇത് നമ്മൾ യൂട്യൂബിലും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇരുന്ന് കാണാം. 3 പ്ലാനും എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, റിസൾട്ട് വാട്ട് എവർ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. ഓക്കെ, എന്നാ മൈൻഡ് അപ്പ് ചെയ്യട്ടെ. ഓക്കെ, ഉഷ മാമിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? MT5 ഇപ്പൊ നമ്മൾ എടുത്തില്ലേ, അതാണ് ട്രേഡ് പ്ലേസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഗോൾഡിൽ എടുത്ത ട്രേഡ് മാം എക്സിക്യൂട്ട് ചെയ്തോ, MT5 ചെയ്തോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാം ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം, നമുക്കത് ക്ലിയർ ആക്കാം. സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, മൊബൈലിലൂടെ ഒന്ന് കയറാൻ പറ്റുമോ, മീറ്റ് ഓൺ ആക്കാൻ പറ്റുമോ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആ ഡൗട്ട് ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, അത് റെഡി ആക്കാം. ഓക്കെ, MT5 നമ്മൾ ഗോൾഡ് തന്നെ എടുക്കാം. MT5 എടുത്തോ. കുറെ ട്രേഡ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം ഒന്ന് ക്ലോസ് ചെയ്തേക്ക്. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ട്രേഡ്സ് ആയിരിക്കും. ഇതൊന്ന് ക്ലോസ് ചെയ്തേക്ക്. അങ്ങനെ ക്ലോസ് ചെയ്യണ്ട. നമ്മൾ ആ പൊസിഷന്റെ അവിടെ ഒരു 3 ഡോട്ട് കണ്ടോ, ഒരു 3 ഡോട്ട് കണ്ടോ പൊസിഷന്റെ അവിടെ സൈഡിൽ? ആ ഓക്കെ, ഒന്ന് മൈക്ക് ഒന്നിൽ മ്യൂട്ട് ആക്കിട്ടാ, ഏതെങ്കിലും ഒന്നിൽ മ്യൂട്ട് ആക്കിയേക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ആകെ എന്ത് ചെയ്യുമ്പോൾ. ഓക്കെ, അത് അക്സെപ്റ്റ് കൊടുക്ക്, അക്സെപ്റ്റ് കൊടുത്തേക്ക്, എന്നിട്ട് രജിസ്റ്റർ കൊടുത്തേക്ക്. ഓക്കെ, ഇനി ആ 3 ഡോട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി ക്ലോസ് ആൾ പൊസിഷൻ കൊടുത്തേക്ക്. ഓക്കെ, ഫൈൻ, അത് അവിടെ നിന്നോട്ടെ. ഇനി നമ്മൾ ഗോൾഡിൽ ട്രേഡ് എടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കാൻ പോകും. ലോഡ് സൈസ് കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ അല്ലേ? 50 ഡിവൈഡ് ബൈ 350, അതായത് 0.14 ആണ് നമ്മളെ ലോട്ട്, നമ്മളെ ക്വാണ്ടിറ്റി സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ആ കോഡ്സ് എടുക്ക്, XAUSD എടുക്ക്. XAUSD താഴെ ആയിരിക്കും ഉണ്ടാവുക. XAUSD ഇതിലില്ലേ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെർച്ച് ബാറിൽ XAUSD എന്നുള്ളത് സെർച്ച് ചെയ്യും. XAUSD
USD. ഓക്കെ, ആ ഒരു ഇത് കൊടുത്തോ, ടിക്ക് കൊടുത്തേക്ക്. ഓക്കെ, ഇനി ബാക്കിലോട്ട് പോവാം. ഈ വിൻഡോ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി താഴെ വന്നിട്ടുണ്ടാവും XAUSD. ഓക്കെ, ഇനി XAUSD ക്ലിക്ക് ചെയ്യുക, ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ ലിമിറ്റ് ഓർഡർ അല്ലേ ചെയ്യുന്നത്. സ്ക്രീന് പോയല്ലോ. ബാക്കിയുള്ള ആളുകൾ MT5 മറ്റേ ട്രേഡ്സുകൾ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചോട്ടാ. യൂറോയും GBPയും നിങ്ങളെ ചാർട്ടിൽ അത് വരക്കുക, എന്നിട്ട് അത് പ്ലേസ് ചെയ്ത് നോക്കുക. അവന്റെ നെറ്റ് കട്ടായി ലീവായി പോയിട്ടുണ്ടായിരുന്നല്ലോ. നിമിഷ മാമിന് ഓഡിയബിൾ ആണോ? കേൾക്കുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല, സ്ക്രീൻ പോയി. ഇതുവരെ ഉണ്ടായിരുന്നു, ഇപ്പൊ പോയി. ഒന്ന് ഷെയർ ചെയ്യോ, നേരത്തെ ചെയ്ത പോലെ തന്നെ. എന്താ കട്ടായത്? ഓക്കെ, എന്നാ ഒന്നും കൂടെ ഒന്ന് അതുപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തേക്ക്. സ്റ്റാർട്ട് പോഡ്കാസ്റ്റിംഗ് കൊടുത്താൽ. ഓക്കെ ഫൈൻ, ഇപ്പൊ കാണുന്നുണ്ട്. MT5. ഓക്കെ, അപ്പൊ XAUSD എടുത്തേ, ട്രേഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തേ. ഓക്കെ, മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ല, നമ്മൾ ലിമിറ്റ് ഓർഡർ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് എക്സിക്യൂഷൻ എന്നുള്ളത് നമ്മൾ ബൈ ലിമിറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, ബൈ ലിമിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇനി പ്രൈസ് എന്നുള്ളടത്ത് നമ്മൾ പ്രൈസ് കൊടുക്കുക. അതായത് നമ്മൾ ട്രേഡിംഗ് വ്യൂല് കൊടുത്തിട്ടുണ്ടാവില്ല, നമ്മൾ എൻട്രി പ്രൈസ് അറിയാലോ, നമ്മൾ ആ ടൂളുമ കാണാലോ, ഒരു ഗ്രേ കളറിൽ. ഓക്കെ, അപ്പൊ ആ പ്രൈസ് കൊടുക്കുക. വേണമെങ്കിൽ ഞാനിപ്പോ ഇതിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം പ്രൈസ്. ഓക്കെ, ആ ലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ലോട്ട് നമ്മൾ 0.01 എന്നുള്ളടത്ത് 0.14 കൊടുക്കുക ഗോൾഡ് ആകുമ്പോൾ. അത് അവിടെ തന്നെ സെർച്ച് ചെയ്താൽ മതി. XAUSD എടുക്കുക, ബൈ ലിമിറ്റ് കൊടുക്കുക. ഇനി ഇവിടെ 0.01 എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്തേ. അവിടെ ഞാൻ ഒന്ന് ഇറേസ് ചെയ്തിട്ട് റീടൈപ്പ് ചെയ്ത് കൊടുക്കുക, 14 ആക്കി കൊടുക്കുക. 0.14. ഓക്കെ, ഈ 0.14 എങ്ങനെ കിട്ടി എന്നുള്ളതിൽ ഡൗട്ട് ഉണ്ടോ? അതാണ് നമ്മൾ എന്ത് ചെയ്ത് ലോട്ട് കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് റിസ്ക് എമൗണ്ട് ഡിവൈഡഡ് ബൈ സ്റ്റോപ്പ് ലോസിന്റെ ടിക്സ്. നമുക്കൊരു 350 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസിന്റെ ടിക്സ് കിട്ടിയില്ലേ, നമ്മൾ ടൂൾ സെറ്റ് ചെയ്തപ്പോ 35 പിപ്പ് അല്ലേ നമ്മൾ വെക്കുക, അതായത് 350 പിപ്പ് അല്ലേ നമ്മൾ വെക്കുക. അപ്പൊ നമ്മൾ റിസ്ക് ചെയ്യാൻ പോകുന്ന എമൗണ്ട്, ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 50 ആണ് നമ്മളെ റിസ്ക് എമൗണ്ട്. ഓക്കെ, അപ്പൊ 50 ഡിവൈഡഡ് ബൈ 350 കൊടുക്കുക ഈസ് ഈക്വൽ ടു ലോട്ട്. അവിടെ അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക അതാണ് നമ്മൾ എന്ത് ലോട്ട് വരിക. അത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ട്രേഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പൊ നമ്മൾ 50 ഡിവൈഡഡ് ബൈ 350 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, 0.14 കിട്ടി. ആ 0.14 ആണ് വരിക. അത് ഫിക്സ്ഡ് തന്നെ ആയിരിക്കും. ഇനി എപ്പോൾ ഗോൾഡിന് ട്രേഡ് എടുക്കുകയാണെങ്കിലും 0.14 തന്നെ വരുള്ളൂ. വൺസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പിന്നെ എന്തെങ്കിലും ഈ 35 മാറ്റേണ്ടടുത്ത് നമ്മൾ 35ന് പകരം 500 1000 ഒക്കെ വെക്കുമ്പോൾ മാത്രമേ അതിൽ വേറെ ചേഞ്ചസ് വരുള്ളൂ. ഓക്കെ, ഇനി പ്രൈസ് കൊടുക്കുക. നമ്മളെപ്പോഴും ഫിക്സ്ഡ് ആ 35 വെക്കുക, അതായത് 350 പോയിന്റ് വെക്കുക. അപ്പൊ അങ്ങനെ വരുന്നോണ്ട് തന്നെ എന്താണ്, നമുക്ക് എപ്പോഴും 14 തന്നെ വരിക. അതായത് 50 14ൽ ട്രേഡ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് $50 അവിടെ നഷ്ടം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പോ അതൊരു $25 നമുക്ക് നഷ്ടം സഹിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, അപ്പൊ 50 മാറ്റിയിട്ട് 25 ഡിവൈഡഡ് ബൈ 350 കൊടുക്കുക. ഓക്കെ, യെസ്. ഇനി അവിടെ പ്രൈസിന്റെ അവിടെ എന്ത് ചെയ്ത് കൊടുക്കുക, പ്രൈസ് നമുക്ക് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 51 52.79 51 52.79. ഓക്കെ, പിന്നെ സ്റ്റോപ്പ് ലോസിന്റെ പ്രൈസ് വരുന്നത് 51 49.29. 35 കുറക്കും.
51 40 ഒരു മിനിറ്റ് 40 അല്ല 51 49 29. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ടാർഗറ്റ് വരുന്നത് എത്രയാണ്? ടാർഗറ്റ് ഒരു 100 പിപ്പ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ്. ടാർഗറ്റ് വരുന്നത് 51 63 29. 29. ഓക്കെ. ഇനി പ്ലേസ് കൊടുത്തേ. ഓക്കെ, പ്ലേസ് കൊടുത്തു. ദെൻ ഇനി ഇവിടെ എന്ത് ചെയ്യാ? കോഡ്സ് കൊടുക്കുക. കോഡ്സ് അല്ല, ഈ XAUSD ചാർട്ട് ഒന്ന് എടുത്തേ. ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചേ. XAUSD ചാർട്ട് എടുക്കുക, ട്രേഡ് എടുക്കുക, ട്രേഡിന്റെ ഓപ്ഷൻ തന്നെ എടുക്കുക. ഓക്കെ. ഇനി അവിടെ എന്ത് ചെയ്യേ? XAUSD ചാർട്ട് എടുക്കുക. അതിന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ഓക്കെ, ചാർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ. ഇനി ഇവിടെ താഴെ കണ്ടോ നമ്മളെടുത്ത് ഒന്നുണ്ട് സൂം ഔട്ട് ചെയ്തേ. ഓക്കെ, അവിടെ കണ്ടോ നമ്മളെ ബൈ ലിമിറ്റ് താഴെ കിടക്കുന്നത്? ആ ബൈ ലിമിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കേ. ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തേ. ആ ബൈ ലിമിറ്റ് ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്ത് നോക്കിയേ. അങ്ങനെ വേണ്ട, അവിടെ അല്ല, താഴെ കണ്ടോ ബൈ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ട് 0.14 നമ്മൾ ട്രേഡ് ഇട്ട പ്രൈസ് കാണുന്നത്. കണ്ടോ അതിന്റെ താഴെ SL -49 അല്ലേ? അതായത് 350 പോയിന്റ്. ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 147. അല്ല, അതായത് 1:3. പോകുമ്പോ 50 പോകും. പ്രോഫിറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ, സ്റ്റോപ്പ് ലോസ് വരികയാണെങ്കിൽ 50 സ്റ്റോപ്പ് ലോസ്, ടാർഗറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്ത്? അതിന്റെ ഒരു 3 ഇരട്ടി അല്ലെ? ഒരു 50 പോണ്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യും? 150 പ്രോഫിറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു ട്രേഡ് എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതേപോലെ മാം എന്ത് ചെയ്യണം? യൂറോയിലും GBPയിലും നമ്മളിപ്പോ പ്ലാൻ ചെയ്ത ട്രേഡ് എന്ത് ചെയ്യണം? എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഗ്രൂപ്പിൽ അയക്കണം. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? അയച്ചാൽ മതി. അപ്പൊ അതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്ലിയർ ആക്കാം. 2-3 ട്രേഡ് ഒക്കെ കണ്ട് ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുള്ളൂ? റെഡി ആവുള്ളൂ. ഇപ്പൊ ഇത് ക്ലിയർ അല്ല, എങ്ങനെയൊക്കെ എവിടേക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്? ഓക്കെ അല്ലേ? ഏഷ്യന്റെ ലോ സ്വീപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, കാരണം അതിന്റെ മുന്നേ ഓൾറെഡി പോവല്ലേ. ഇപ്പൊ ഇവിടെ സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഒന്ന് ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിന്റെ മുന്നേ തന്നെയാണ് പോകുന്നത്. ഏഷ്യന്റെ ലോ ഓൾറെഡി ഇവിടെ എന്താണ്? സ്ട്രോങ് ആണ്, കാരണം ഈ ഒരു ഏരിയ തട്ടിയിട്ട് പോവല്ലേ. പിന്നെ ഇവിടെ തന്നെ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റീസും ഉണ്ട്. അപ്പൊ പിന്നെ ഏഷ്യന്റെ ലോമക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. ഇതിപ്പോ എവിടുന്നാ പോകുന്നത്? കറക്റ്റ് ഈ ലിക്വിഡിറ്റീനൊക്കെ സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് എവിടുന്നാ പോകുന്നത്? വേറെ ഏതെങ്കിലും പോയിന്റ് നിന്നായിരിക്കും ഇത് പോകുന്നുണ്ടാവുക. നോക്കാം നമുക്ക്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പൊ മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? റിയാക്ട് ചെയ്ത് ഈ ലിക്വിഡിറ്റീസിനൊക്കെ സ്വീപ്പ് ചെയ്തു അല്ലെ? കംപ്ലീറ്റ് ഏരിയ സ്വീപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ ഏരിയമ്മക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഏരിയമ്മക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ ഏകദേശം എത്ര പോയിന്റ് പോയി? 1500, ഏകദേശം 2000 പോയിന്റോളം ഇവിടെ പോയി. നമ്മൾ TP അടിച്ചു. പക്ഷെ നമുക്ക് ഇവിടെ എത്തിയിട്ട് അത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. ഇത് മേ ബി ഒന്നും കൂടെ താഴത്തോട്ട് വരും. താഴത്തോട്ട് വന്നിട്ട് എന്തായാലും 1:3 എന്ത് ചെയ്യും? കിട്ടും. നമുക്ക് നോക്കാം. SL അടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ബാക്കിലുള്ള ഏരിയാസ് എന്ത് ചെയ്യാം? അപ്പൊ നോക്കാം. ഓക്കെ. സെല്ലാണോ നോക്കിയേ? ഇത് ഈ ഒരു പോയിന്റ് തന്നെ. അവിടെ സെല്ലൊക്കെ റിസ്കി ട്രേഡ് ആട്ടോ. നിങ്ങൾ ഈ ഒരു ലിക്വിഡിറ്റി എല്ലാം കൂടി സ്വീപ്പ് ചെയ്ത് എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു പോയിന്റ് എടുത്തിട്ട് സെല്ല് ഇറക്കാന്നുള്ള പ്ലാനിൽ ഇട്ടതാ. കുഴപ്പമില്ല. ഓക്കെ, ഇതിന്റെ മേലത്തെ ഏരിയ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. യെസ്, നോക്കാൻ പറ്റും, കുഴപ്പമില്ല. അപ്പൊ 1 മിനിറ്റിലൊക്കെ എടുക്കുമ്പോ എപ്പോഴും ഒന്ന് വിജിലന്റ് ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? ട്രേഡ് എടുക്കാൻ. ഓക്കെ, നല്ല കുറേ ഓപ്പർച്യൂണിറ്റീസ് ബ്ലൈൻഡ്ലി വരും നമ്മളെ ട്രാപ്പ് ആക്കാൻ. അതിന്നൊക്കെ എസ്കേപ്പ് ആയിട്ട് നല്ല ട്രേഡ്സിൽ മാത്രം നമ്മൾ കയറാന്നുള്ള നോക്കാം. ഇപ്പൊ ഇന്നത്തെ 3 പ്ലാനിലും അത്യാവശ്യം നല്ല പ്ലാൻസുകളാണ്. ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. നൈറ്റത്തെ ലൈവിൽ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇല്ലെങ്കിൽ നാളത്തെ മോർണിംഗിൽ എന്ത് ചെയ്യാം? സെറ്റ് ആക്കാം. ഓക്കെ അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? നമുക്ക് ഞാൻ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു ചെറിയ മെത്തേഡ് ഉണ്ടാവും, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളത്തെ നമുക്കത് ടോപ്പിക് ആയിട്ട് സെറ്റ് ആക്കാം. ഓക്കെ.
അല്ലല്ല ഗോൾഡ് 35, അതായത് 350. GBP യൂറോ ഒക്കെ ആണെങ്കിൽ 10 വെച്ചാൽ മതി, അതായത് 100 വെച്ചാൽ മതി. 100 വെച്ചാൽ മതി. മറ്റേതാകുമ്പോ 350. ടാർഗറ്റ് വെക്കുമ്പോ GBP യിലും യൂറോയിലൊക്കെ ആവുമ്പോ എന്ത് ചെയ്ത് കൊടുക്കുക, 30 വെച്ച് കൊടുക്കുക, അതായത് 300 വെച്ച് കൊടുക്കുക ടാർഗറ്റ്. അതായത് 30 എന്ന് പറയുമ്പോൾ 300 ടിക്സ് ആണ് വെക്കുക, അപ്പൊ 30 വെച്ച് കൊടുക്കുക, അതിനായിട്ട് 3 ഇരട്ടി വെച്ച് കൊടുക്കുക. 10 അല്ലേ നമ്മുടെ SL, 10 SL ആണെന്നുണ്ടെങ്കിൽ 30 എന്ത് TP. ഓക്കെ, മറ്റേത് 35 SL ആണെങ്കിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു 105 എന്ത് ചെയ്ത് കൊടുക്കുക, TP വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പൊ സ്പ്രെഡ് ഞാൻ ആ ഒരു ലെവലിൽ തന്നെ വെച്ചതാണ്, അങ്ങനെ 1 മിനിറ്റ് ഒക്കെ അല്ല, അപ്പൊ ഇതിന് വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾക്കിതിൽ വലിയ സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി കയറ്റി കൊടുത്താൽ മതി. ഞാൻ അങ്ങനെ വെക്കില്ല, ഞാൻ അധികം അവർ എൻട്രി പ്രൈസിലാണ് വെക്കുക. അപ്പൊ ചില ട്രേഡ് മിസ്സായി പോവാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നോക്കാം നമുക്ക്. യെസ്, അപ്പൊ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക, എന്നിട്ട് അതിൽ എന്താണോ നിങ്ങൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുക, ചോദിക്കും, നമുക്കത് ക്ലിയർ ഔട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ എന്നാ, ഓക്കെ, ശരി എന്നാ, താങ്ക് യു.